നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ച നേതാക്കൾക്കെതിരെ നടപടിക്ക് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രം നടത്തിയ ഓഡിറ്റിംഗിലാണ് വെട്ടിപ്പ് വെളിയിൽ വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടകര കുഴൽപ്പണ വിവാദം ബി.ജെ.പിയെ വേട്ടയാടിയിരുന്നു. കേരളത്തിലെത്തിയ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു അന്നത്തെ ആക്ഷേപം. കൊടകരയിൽ എത്തിച്ച കുഴൽപ്പണം കാർ തടഞ്ഞ് മറ്റൊരു സംഘം കൊള്ള നടത്തുകയായിരുന്നു. ഇതിലും ഒട്ടനവധി സംശയങ്ങൾ ഉയർന്നിരുന്നു. കോടികൾ ഇറക്കിയിട്ടും കേരളത്തിൽ അന്ന് ഒരു നിയമസഭാ സീറ്റ് പോലും ലഭിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി കേന്ദ്രം തെരഞ്ഞെടുപ്പിന് നൽകുന്ന പണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിയിരുന്നു. ഈ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് വെളിയിൽ വന്നത്. ലക്ഷങ്ങൾ ബി.ജെ.പി നേതാക്കൾ വെട്ടിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള ബി.ജെ.പിയിൽ വൻ അഴിച്ചുപണിക്കും കേന്ദ്രം ഒരുങ്ങുകയാണ്. പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 1 കോടി കൊടികൾ നിർമ്മിക്കാൻ കരാറുണ്ടാക്കിയിരുന്നു. 3.5 കോടി രൂപയുടെ ഈ കരാറിലാണ് പ്രധാനമായും വെട്ടിപ്പ് നടന്നത്. കേന്ദ്ര നേതൃത്വമാണ് കൊടികൾ നൽകുന്നത് പതിവ്. എന്നാൽ ഇക്കുറി കൊടികൾ എത്താൻ വൈകി. ഇതോടെ പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഒരു തട്ടിക്കൂട്ട് സ്വകാര്യ കമ്പനി ഉണ്ടാക്കി കരാർ നൽകി. ഈ ഇടപാടിലൂടെ ഒരു ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും ചേർന്ന് 54 ലക്ഷം രൂപ കമ്മീഷനായി കൈപ്പറ്റിയ എന്ന വിവരം പാർട്ടിക്ക് ലഭിച്ചിരുന്നു. ഈ കരാറിന് തൊട്ടു പിന്നാലെ കേന്ദ്രവും കൊടികൾ അയച്ചു. എന്നാൽ ഈ കൊടികൾ ഉപയോഗിക്കാതെ പാർട്ടി ഓഫീസിൽ കെട്ടിക്കിടക്കുകയും ചെയ്തു. ഹെലികോപ്റ്റർ, വാഹന വാടക ഇനങ്ങളിലും ലക്ഷങ്ങളുടെ മുക്കൽ നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രചാരണത്തിനായി 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാനാണ് കരാർ നൽകിയത്. ആകെ ഉപയോഗിച്ചത് 42 മണിക്കൂർ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്ത 200 കാറുകളിൽ പകുതി പോലും ഉപയോഗിച്ചില്ല. അതേസമയം ട്രിപ്പ് ഷീറ്റുകളിൽ തിരിമറി നടത്തി 1 കോടിയോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതായാണ് ആരോപണം. സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവാക്കിയതിലും പരാതിയും ആരോപണങ്ങളും ഉയർന്നിട്ടുമുണ്ട്. സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെ നിലവിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ ഇവർക്ക് ഭാരവാഹിത്വം ലഭിക്കില്ല. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത മറ്റൊരു സംസ്ഥാന സെക്രട്ടറിക്കും സ്ഥാനം നഷ്ടമായേക്കും. എന്തായാലും തിരഞ്ഞെടുപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിർദ്ദേശപ്രകാരം കടുത്ത നടപടികൾക്കാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരുങ്ങുന്നത്.